ഞാനും ഷാമയും കൂടി ഇന്ന് വെറുതെ വണ്ടിയായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് കുറുമ്പാല വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ 2 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് നമ്മൾ കഴിഞ്ഞ കാലങ്ങളായി. അതോ ഒരു 10 വർഷം 10 വർഷം ഒരു 10 വർഷം 5 വർഷം ഞാൻ 5-7 വർഷം പിന്നെ ഒന്നിച്ച് നമ്മൾ കയറിയിട്ട് എത്രയായി? ഞാനും നാസിഞ്ഞല്ലേ ലാസ്റ്റ് ടൈം കയറി. പിന്നെ നമ്മൾ കയറിയിട്ട് ഞാനിങ്ങനെ പിന്നെ കയറി. ഞാനും നാസിയും പിന്നെ കയറിയ ഒരു 7 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. 7 വർഷം ആയിക്കില്ല. അപ്പൊ ഒരുപാട് പ്രായം തോന്നി. ഞാന് പഠിച്ചിറങ്ങിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4ാമത്തെ വർഷം ഇത്. ഓ അപ്പൊ നീ പഠിക്കുന്ന സമയത്താവുന്നില്ലേ നമ്മൾ പോയിക്കൊണ്ടിരുന്നേ? പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇവിടുത്തെ വഴിയോ ഒന്നും അറിയില്ലായിരുന്നു. ആ സമയത്ത് കുറുമ്പാലക്കോട്ട ഭയങ്കര എന്താ പറയാ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരൊറ്റ സ്കൂട്ടിയില് ഞങ്ങൾ 3 പേരും കൂടെ വന്നേ. എല്ലാ റിസ്ക് കൊടുത്തിട്ട് ഒന്നാമത്തെ വീട്ടില് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഇത് കുറച്ച് എന്താ പറയാ ഹൈറ്റൊക്കെ ഉള്ള സ്ഥലമല്ലേ, റേഞ്ച് പോലും ഉണ്ടാവില്ലായിരുന്നു. അത് മാത്രമല്ല നമ്മൾ അന്ന് എപ്പോഴും ഇറങ്ങിയെന്ന് ഓർമ്മയുണ്ടോ എനിക്ക്? ഒരു 5:30 6:30 അങ്ങനെയാ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചീത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പറയാതെ വന്നേന്. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 3 ആൾക്കാരും കൂടെ പോയതാണ്. എവിടെയാണെന്ന് അറിയില്ല. അതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്നാൽ ഇപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിനിടയിൽ നമ്മൾ വന്നിട്ടുണ്ടാവുന്ന. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരലുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഈ ഭാഗത്ത് മാസം വരെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കയറാൻ പറ്റിയിട്ടില്ല. പ്ലാനിങ് നടക്കുന്നുണ്ടായിരുന്നു വരണം എന്നുള്ളത്. ഇതുവരെ പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇഷ്ടപ്പെടുന്നല്ലേ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നൊക്കെ ഇങ്ങനത്തെ മടിയൊന്നും പാടില്ല, അങ്ങ് നടക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ മേലെത്തി കഴിഞ്ഞിട്ടുണ്ട്, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തി കഴിച്ചു. പക്ഷെ ഞങ്ങളിവിടെ എത്തുമ്പോൾ വിചാരിച്ചു നല്ല മഴ പെയ്ത റെയിൻകോട്ട് എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ കഴിഞ്ഞിറങ്ങി ഞങ്ങൾ വീഡിയോ എടുത്തോ നമ്മൾ അവിടെ നിന്നല്ലേ. കുറച്ചൊക്കെ ആ ഒരു എക്സ്പെക്ട് ചെയ്ത വ്യൂ ഉണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാരണം മഴയത്ത് വരാനാണ് ഒന്നാമത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതൊക്കെ ഒരാൾ പറഞ്ഞ മഴയത്ത് വരാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വേറൊരാളെ കാണിച്ചിറങ്ങുന്നത്. ഇപ്പോഴേ കുറച്ച് കുട്ടികൾ കയറി പോകുന്നുണ്ട്. എന്നിട്ട് അവർ വയ്ക്കുന്നുണ്ട് 5 മിനിറ്റിനൊക്കെ വേണ്ടിയിട്ടാണോ കയറുന്നത്, ബാങ്ക് കൊടുക്കാനായി എന്നൊക്കെ. ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് വന്നേ ഇതാണ് ഓർമ്മ വന്നത്. ആ കുട്ടികൾ പറഞ്ഞു വന്ന കേട്ടോ, നീ 5 മിനിറ്റേ ഉള്ളൂ ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഒരു കുട്ടി വയ്ക്കുന്നത് 5 മിനിറ്റിലേക്കാണോ കയറി പോതേന്ന്. ഇതേപോലെ ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പോയത്. വേഗം കയറി പോയിട്ട് അവിടെ നിന്നിട്ട് ഒരു പിന്നെ പാറയുടെ പൊക്കത്ത് കയറി ഇരുന്നിട്ട് ഫോട്ടോയും എടുത്തിട്ട് അത് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായത്. ഞങ്ങൾക്ക് ടൈം പോയതിൻ്റെ പ്രശ്നമായിരുന്നു. എന്നാലും ഓക്കെ, സെറ്റായിരുന്നു. നമ്മൾ വിചാരിച്ച ആ ഒരു ഇത് കിട്ടിയിട്ടില്ലെങ്കിലും സാധനം അടിപൊളിയായിരുന്നു. ഒന്ന് റിലാക്സ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വന്നതാണ്. അതെന്തായാലും നടന്നു. അതെ, അങ്ങനെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾ മല കയറണമെന്ന്. ഓക്കെ, ഇനിയിപ്പം വണ്ടി താഴെ വെച്ചിട്ടുണ്ട്. ഒരു വരുന്ന വഴിക്ക് പട്ടീനെ കണ്ടാലാണ് സീന് പേടിച്ചിട്ട് അതേപോലെ ആരെങ്കിലുമൊക്കെ ഉള്ളത് നോക്കി ഇറങ്ങിയതായിരുന്നു. അങ്ങനെയൊക്കെയാണ് എത്തിപ്പോയി ഞങ്ങൾ. ഓക്കെ, ഇനി നമ്മളെ ഇതിനെക്കുറിച്ച് പറ, നീ കൂട്ടുകൂടാമിനെ കുറിച്ച് പറ. ഒരുപാട് ലാസ്റ്റ് ആയ സമയത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു കേട്ടോ. ലാസ്റ്റത്തെ ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് ഭയങ്കര ഹെക്ടിക്കായി പോയി. അപ്പോഴേ കുറേ ഐഡിയാസ് മനസ്സിൽ വന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ചെയ്യുക, അവൈലബിൾ ആയിരിക്കും, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വന്നു. അതൊക്കെ ഞങ്ങൾ അടുത്ത ഇതിന് ക്യാമ്പിന് സെറ്റ് ചെയ്യും. അപ്പം അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വന്ന സമയത്ത് ആകെ എന്താ പറയുക, ഫുള്ളൊരു ടെൻഷനായിപ്പോയി. അപ്പം അത് മാത്രമല്ല, നമ്മൾ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളെ കൂടെ അത്രയും ആഗ്രഹിച്ച് വരാൻ നിന്ന കുറച്ച് ആൾക്കാർക്ക് ലാസ്റ്റ് വെച്ചിട്ട് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ അങ്ങനെ കുറേ റീസൺ കാരണം ക്യാൻസലായിപ്പോയി. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി.
പിന്നെ കാരണം ഞങ്ങളൊരു കൗണ്ട് ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ളത്. അത് അങ്ങോട്ട് മാറിയ സമയത്ത് നമുക്ക് കുറച്ച് ടെൻഷനായിരുന്നു. പക്ഷെ വി മാനേജ് വെരി നൈസ്ലി. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളോട് പറയുന്ന നോർമൽ കാഷ്വൽ ആയിട്ട് പറയുന്നതും അവർ കറക്റ്റായിട്ട് പറയുന്നതും നമുക്ക് മനസ്സിലാവല്ലോ. അപ്പം അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി നന്നായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അതിനിപ്പോൾ അടുത്തത് ഞങ്ങൾ ഗോയിങ് ഓൺ ആണ്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ആയിട്ട് വന്നതാണ് ഞങ്ങളിവിടെയും. അതെ, ഉയരം കൂടുന്തോറും അതെന്തേന്ന് പറയാം, ഉയരം കൂടുന്തോറും അതെ ചിന്തിക്കാൻ ഭാവന വരുന്നു. എന്നിട്ട് ഭാവിച്ച് ഞങ്ങളിപ്പോൾ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും അതുടനെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതാണ് എവിടേക്കാണ് ഇനി നെക്സ്റ്റ് ട്രിപ്പ്, എന്തൊക്കെയാണ് നെക്സ്റ്റ് പരിപാടി എന്നൊക്കെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാര്യം മനസ്സിലായി, ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത്. അതായത് നമ്മൾ വെരി സപ്പോർട്ടീവ് ആയിരുന്നു. ഹസ്ബൻഡ് സൈഡും പാരൻസ് സൈഡും ഒക്കെ ഭയങ്കര. കാരണം നമ്മൾ ഈ ലാസ്റ്റ് ടൈമൊക്കെ ഞാൻ വലിയൊരു ടെൻഷനുള്ള സമയത്തൊക്കെ എങ്ങനെ പറയേണ്ടിയിരുന്നു. കാരണം അവർക്ക് അറിയില്ല. ഇപ്പം ഹസ്ബൻഡ് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അറിയില്ല ഇത് എന്ത് പരിപാടിയാണ്, എങ്ങനെയാണ് നമ്മൾ പുറത്തുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് എങ്ങനെ മാനേജ് ചെയ്യും എന്നൊന്നും അവർക്കറിയില്ല. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കും അങ്ങനെയൊക്കെ അറിയില്ല. ഇത് അവർ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന പരിപാടിയാണ്, അല്ലെ ഫസ്റ്റ് കേൾക്കുന്ന പരിപാടിയാണ്. പക്ഷെ അത് അവർ ഒന്നും ചിന്തിക്കാണ്ട് ഓക്കെ ടെൻഷനുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞിട്ട് എന്തായി, അല്ലെങ്കിൽ ഓരോരുത്തർ വീട്ടിൽ വരുമ്പോഴും വിളിച്ചിട്ട് പിന്നെ നിങ്ങളുണ്ടോ, പിന്നെ ഇവരിങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട് വീഡിയോ എന്നൊക്കെ എല്ലാ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യലും പിന്നെ ഓരോ ടൈമിന് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴും ഈവൻ തലേന്നടക്കം ഞങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴാണെങ്കിലും ഹസ്ബൻഡൊക്കെ വിളിച്ചിട്ട്, ഹസ്ബൻഡ് എന്തിനാ പറയുന്നത്, ഷെക്കീലൊക്കെ വിളിച്ചിട്ട് ഓക്കെ അല്ലേ, അടിപൊളിയാക്കട്ടോ, സൂപ്പറാ. അതെ, ആൾക്കാരുള്ള ആൾക്കാരെ വെച്ച് നിങ്ങൾ പരിപാടി നടത്തി. ആൾക്കാരുടെ എണ്ണം കുറഞ്ഞെന്ന് ടെൻഷൻ പറയുമ്പോഴും അതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാലോ. ഇപ്പൊ ജീപ്പ് പിടിക്കട്ടെ ഞങ്ങൾ എല്ലാരും അപ്പൊ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അതാ നല്ലത്. കുറച്ച് ആൾക്കാർ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ഞങ്ങൾ 5 ആൾക്കാരാണെങ്കിൽ 5 ആൾക്കാർ വെച്ച് ഞങ്ങൾ പരിപാടി വിചാരിച്ചായിരുന്നു. കാരണം വീടാണെങ്കിൽ വീടാണെങ്കിലും എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളെ ഇതൊക്കെ പരിപാടികളുണ്ടായിരുന്ന കാണാം. അതെ, കുറച്ച് കാലമായിട്ട് തീറ്റപ്പണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, മുണങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് നൂഡിൽസ് അടിച്ചിരിക്കുക, എന്നിട്ടൊക്കെ പിന്നെ മുറുക്ക് വേണമല്ലോ. ആ സാധനത്തിന്റെ പേരെന്താ, ബിസ്ക്കറ്റ് പോലത്തെ പാൽ ബിസ്ക്കറ്റോ, അതും കൂടെ വേണമെന്നുണ്ടേനു. പാൽ കേക്ക്. പാൽ കേക്ക്. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി, ഓക്കെ, ബൈ. വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾ ഇറങ്ങുന്ന വഴിക്ക് വീണ്ടും ഒരു കൂട്ടം നായ്ക്കളെ കണ്ടു. അപ്പോൾ പോകുന്ന ഒരു ജീപ്പിലേക്ക് കയറിയിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വരെ ജീപ്പിൽ പോയി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.